ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസമായിട്ടുള്ള ഇന്ന് ചൊവ്വാഴ്ച ജനുവരി 27, 2026 ട്രേഡിംഗ് അവസാനിച്ചിരിക്കുകയാണ്. മാർക്കറ്റ് ഇന്ന് മന്ത്ലി എക്സ്പയറി ആയിരുന്നു. സോ ഒരു വോളറ്റൈൽ ആയിട്ടുള്ള സെഷൻ തന്നെയായിരുന്നു. 25,175 നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത്. 126 പോയിൻ്റ് നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. മാർക്കറ്റിൽ ഒരു നെഗറ്റീവ്, ഒരു ലോങ് വീക്കെൻഡിന് ശേഷമാണ്, 3 ദിവസത്തെ വീക്കെൻഡിന് ശേഷമാണ് നമ്മളിന്ന് ട്രേഡിംഗ് പുനരാരംഭിച്ചത്. സോ ഒരു ഗിഫ്റ്റ് നിഫ്റ്റി 100 പോയിൻ്റെങ്കിലും പ്ലസോട് കൂടിയായിരുന്നു വ്യാപാരം തുടങ്ങുന്നതിന് മുമ്പേ ഒരു ഇൻഡിക്കേഷൻ നൽകിയത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിനുശേഷം 50 പോയിൻറ്റിൻ്റെ നേട്ടത്തോടു കൂടി ട്രേഡ് ചെയ്തു. അതിനുശേഷം താഴോട്ട് വന്നു. ഇന്ന് ഒരവസരത്തിൽ നിഫ്റ്റി 25,000 താഴെ വന്നു. 24,930 വരെയെങ്കിലും നിഫ്റ്റി വന്നതിന് ശേഷമാണ് ഒരു റിക്കവറി കണ്ടത്. അവസാന മണിക്കൂറുകളിലാണ് കൂടുതലും ഷോർട്ട് കവറിങ് വന്നത്. അവസാന ഒരു മണിക്കൂറിലാണ് നിഫ്റ്റി ഏകദേശം 150-200 പോയിൻറ്റിൻ്റെ നേട്ടം രേഖപ്പെടുത്തിയത്. 25,250 വരെ ഒരവസരത്തിൽ നിഫ്റ്റി വരികയുണ്ടായി. അതിനുശേഷം തിരുത്തലുകൾക്ക് വിധേയമായി 25,175 വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സെൻസെക്സിലും 319 പോയിൻ്റ് നേട്ടമാണ് ഉണ്ടാക്കിയത്. ബാങ്ക് നിഫ്റ്റിയാണെന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഡെക്സ്. ഒരു തരത്തിൽ 1000 മുകളിൽ പോയിന്റിൽ ഇന്നൊരു റിക്കവറി വരികയുണ്ടായി. നിഫ്റ്റി ബാങ്കിൽ 732 പോയിൻറ്റിൻ്റെ നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ നിഫ്റ്റി 100, 50 മിഡ് ക്യാപ്പ് എല്ലാ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലും ഇന്ന് നേട്ടം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെക്ടോറിയൽ ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാലും നിഫ്റ്റിയിൽ നേട്ടം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് ഡീൽ സൈൻ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ ഒരു പ്രോസസ്സ് നടന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഫോറിൻ കാറുകളുടെ, യൂറോപ്യൻ കാറുകളുടെ ഇറക്കുമതി ചുങ്കം 110% നിന്ന് 40% കുറക്കുമെന്നുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഓട്ടോ ഇൻഡെക്സിൽ ചെറിയ നഷ്ടം രേഖപ്പെടുത്തി. 0.9% നഷ്ടത്തോടു കൂടിയാണ് ഓട്ടോ ഇൻഡെക്സ് വ്യാപാരം അവസാനിപ്പിച്ചത്. FMCGയിലും അതുപോലെ തന്നെ മീഡിയ, കൺസ്യൂമർ ഡ്യൂറബിൾസിലും ഇന്ന് നെഗറ്റീവായിരുന്നു ചെറിയ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഏതായാലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ കണക്കുകൾ ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് അവർ സെല്ലിംഗ് മോഡിലാണെന്ന് നമുക്കറിയാം. സോ FIIസിൻ്റെ ഡാറ്റയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അതിന് പുറമെ ഇന്നത്തെ ഡാറ്റകൾ നമുക്ക് അത്രമാത്രം ട്രസ്റ്റബിൾ ആയിരിക്കില്ല. കാരണം പ്രത്യേകിച്ച് മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റുകളും റോൾ ഓവർ ഡാറ്റകളും ഒക്കെ തന്നെ കൃത്യമായിട്ട് വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ചെറിയൊരു ബുള്ളിഷ്നെസ്സോട് കൂടിയാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ വീക്കിലി പോഡ്കാസ്റ്റിലും പറഞ്ഞതൊരു ചെറിയ റിവോൾവിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ന്യൂസിൻ്റെ ബേസിലായിരിക്കും ഉണ്ടാകാൻ സാധ്യത എന്നുള്ളതാണ്. ഒരു അവസരത്തിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകളൊന്നും തന്നെ വന്നിട്ടില്ല, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു പോസിറ്റീവാണ്. പ്രത്യേകിച്ചും ഇറാനുമായിട്ടുള്ള ടെൻഷൻ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ അപ്ഡേറ്റ്സുകളൊന്നും വന്നിട്ടില്ല. അതേസമയം ഈ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വ്യാപാര കരാറിൽ സൈൻ ചെയ്ത ഇന്ത്യയെ സംബന്ധിച്ചൊരു പോസിറ്റീവാണ്. അതിലുള്ള അസ്വാരസ്യം US രേഖപ്പെടുത്തിയതുകൊണ്ട്. അതേസമയം US-ൻ്റെ ഭാഗത്തുനിന്നുള്ള 25% താരിഫ് റഷ്യയുടെ മുകളിൽ നിന്ന് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയ്ക്ക് മുകളിൽ ഏർപ്പെടുത്തിയ 25% പെനാൽറ്റി പിൻവലിക്കും എന്നുള്ള ഒരു കേട്ടുകേൾവി നമുക്കുണ്ട്. അതൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട വളർട്ടയിലായിട്ടുള്ള സെഷൻ തന്നെയാണ് നമ്മൾ ഇനിയും അങ്ങോട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ചും ബഡ്ജറ്റ് കൂടി എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ. പക്ഷേ ഇൻഡെക്സുകൾക്ക് പുറമെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. പ്രത്യേകിച്ചും റിസൾട്ടുകൾ, ഈ 2 വീക്കെൻഡിൽ വന്ന റിസൾട്ടുകൾ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനേക്കാൾ മുകളിലായിരുന്നതാണ് ഒരു തരത്തിൽ നിഫ്റ്റിയെ പോസിറ്റീവാക്കിയത്. ആക്സിസ് ബാങ്കും അൾട്രാടെക് സിമെൻറ്റും വലിയ പോസിറ്റീവ് എന്ന് പറയാൻ സാധിക്കില്ല, എങ്കിലും നിഫ്റ്റിയിൽ നിന്ന് വന്നിരിക്കുന്ന ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടായിരുന്നു. മാർക്കറ്റ് എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഈ 2 സ്റ്റോക്കുകളും, അൾട്രാടെക് ആയാലും ആക്സിസ് ആയാലും, ഇന്നും നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണിൽ പ്രധാനപ്പെട്ട ചേഞ്ചുകളൊന്നുമില്ല. 24,900 മുതൽ 25,000 വരെയുള്ള 100 പോയിൻ്റ് നിഫ്റ്റിയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേസമയം അപ്സൈഡിൽ 25,300 മുതൽ 25,400 വരെയുള്ള 100 പോയിൻ്റ് വളരെ ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് സോണായിട്ടും ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ 25,400 അപ്പർ സൈഡിലും 24,900 ഡൗൺ സൈഡിലുമുള്ള ഒരു ട്രജക്ടറിയാണ് നിഫ്റ്റിക്കുള്ളത്. ഈ ഒരു 2 ലെവലുകൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഒരു ഡിസിസീവായിട്ടുള്ള മൂവ്മെൻറ്റിനുള്ള സാധ്യത നിഫ്റ്റിയിൽ ഇപ്പോഴുള്ളൂ. അതേസമയം സെക്ടർ സ്പെസിഫിക് ആയിട്ട് ഈ റിസൾട്ട് ആയതുകൊണ്ട് തന്നെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് വളരെ പ്രാധാന്യമുണ്ട്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും.
വെള്ളിയാഴ്ച അദാനി സ്റ്റോക്ക് ഓഹരികളിൽ അദാനി ഗ്രൂപ്പ് ഓഫ് ഓഹരികളിൽ വലിയ രീതിയിൽ സെല്ലിംഗ് കണ്ടെങ്കിൽ ഇന്ന് തിങ്കളാഴ്ച വലിയ രീതിയിലുള്ള മുന്നേറ്റം അദാനി പോർട്ടിലും അതുപോലെ അദാനി എൻ്റർപ്രൈസസിലും കാണുകയുണ്ടായി. അതുപോലെ ഇപ്പോൾ ഇന്ന് റിസൾട്ട് വരാനുള്ള പ്രധാനപ്പെട്ട നാളെയും നമുക്ക് നിഫ്റ്റിയുടെ കോൺട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ നാളെയും പ്രധാനപ്പെട്ട റിസൾട്ടുകൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 103ഓളം കമ്പനികൾ നാളെ റിസൾട്ടുമായിട്ട് മാർക്കറ്റിൽ വരുന്നുണ്ട്. അതിൽ ലാർജ് ക്യാപ് കമ്പനികളായിട്ടുള്ള L&T, SBI ലൈഫ്, GNTD, ഫോണിക്സ് മിൽസ്, BEL, ഭാരത് ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ TVS മോട്ടോഴ്സ്, മാരുതി സുസുക്കി, മൈക്രോടെക് ഡെവലപ്പേഴ്സ്, ഇത്രയും കമ്പനികളാണ് ലാർജ് ക്യാപ്പിൽ നിന്നും നാളെ റിസൾട്ടുമായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നത്. അതേസമയം മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ACC, ഗ്ലാൻഡ് ഫാർമ, പിരമൽ ഫാർമ, സെജിലിറ്റി ഇന്ത്യ, സുന്ദരം സൈക്ലോൺ, പൈൻ ലാബ്സ്, സ്റ്റാർ ഹെൽത്ത്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, എക്ലറെക്സ് സർവീസസ്, M&M ഫൈനാൻസ്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ഇത്രയും കമ്പനികൾ മിഡ് ക്യാപ്പിൽ നിന്നും സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള പ്രൂഡൻ കോർപ്പറേറ്റ്, ക്രാഫ്റ്റ്മാൻ ഓട്ടോ, ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ്, പാർക്ക് മെഡി വേൾഡ്, 5 സ്റ്റാർ ബിസിനസ്, സിംഫണി, ലക്ഷ്മി മെഷീൻ, മഹീന്ദ്ര സ്റ്റിംലസ്, കാർട്രേഡ് ടെക്, NSDL, NIIT ലേണിംഗ് സിസ്റ്റം, മാസ് ഫിനാൻഷ്യൽ, സുന്ദരം ഫാസ്റ്റ്നേഴ്സ്, ആസ്ക് ഓട്ടോമോട്ടീവ്, തൈറോകെയർ, ബോറോസിൽ റിന്യൂവബിൾസ്, ഇക്ര, LT ഫുഡ്, വിഗാർഡ് ഇൻഡസ്ട്രീസ്, റെയിൻബോ ചിൽഡ്രൻ, മെഡിക്കെയർ പോലുള്ള കമ്പനികളിൽ നിന്നും റിസൾട്ടുകൾ നാളെ പ്രഖ്യാപിക്കുന്നതിന് മൈക്രോ ക്യാപ് കമ്പനികൾ ഒരുപാടുണ്ട്. അതേസമയം മറ്റന്നാൾ അതായത് 29-നും റിസൾട്ട് വരുന്ന കമ്പനികളിലും നാളെ നമുക്ക് ആക്ഷൻ പ്രതീക്ഷിക്കാം. അതിൽ ലാർജ് ക്യാപ് കമ്പനികൾ മാത്രം സ്വിഗ്ഗി, ഡാബർ ഇന്ത്യ, REC, NTPC ഗ്രീൻ, ITC, കോറമണ്ടൽ ഇൻ്റർനാഷണൽ, ടാറ്റ മോട്ടോഴ്സ്, CV, വേദാന്ത, കനറ ബാങ്ക്, അദാനി പവർ, ഡിക്സൺ, പേടിഎം പോലുള്ള കമ്പനികളാണ്. അപ്പോൾ ഏതായാലും ഈ കമ്പനികളിൽ കൂടി റിസൾട്ടുകൾ നമ്മൾ മൊമെൻറ്റുകൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ മുന്നേറുന്നത് HDFC ബാങ്ക് തന്നെയാണ്. HDFC ബാങ്ക്, ആക്സിസ്, ICICI, SBI, L&T പോലുള്ള ഓഹരികളിലാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് നിഫ്റ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അദാനി പോർട്ട്, JSW സ്റ്റീൽ, ഇൻഫി, ടാറ്റ സ്റ്റീൽ, ഗ്രാസിം പോലുള്ള കമ്പനികളിലും നേട്ടമുണ്ടായിരുന്നു. അതേസമയം നിഫ്റ്റി ഏറ്റവും കൂടുതൽ പിന്നോട്ടടിച്ചത് M&M, കൊടാക് ബാങ്ക്, ITC, ഏഷ്യൻ പെയിൻറ്റ്, മാരുതി, ബജാജ് ഫിൻസർവ്, എറ്റേണൽ പോലുള്ള കമ്പനികളാണ്. ബജാജ് ഫിനാൻഷ്യൽ സർവീസസ്, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഭാരതി എയർടെൽ. നാളെ നമുക്ക് മാരുതിയുടെ റിസൾട്ട് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഈ ഡീലുകളുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അനാലിസിസുകൾ പുറത്തേക്ക് വരും. ഏതായാലും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് 25,300 താഴെ അല്ലെങ്കിൽ 300-ന് മുകളിൽ 400 വരെയുള്ള പോയിൻ്റ് റെസിസ്റ്റൻസ് സോണാണ്. അതിന് മുകളിലുള്ള ഒരു റാലി മാത്രമാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് നമുക്കൊരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അടുത്ത ഒരു ലെഗ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതേസമയം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ വൈകുന്നേരം വന്നിരിക്കുന്ന റിസൾട്ടുകളിൽ വിശാൽ മെഗാമാർട്ട് പോലുള്ള കമ്പനികളുടെ റിസൾട്ട് മോശമില്ലാതിരിക്കുന്നു. PC ജ്വല്ലറി റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 28% വർധന കാണിക്കുന്നു. റവന്യൂവിൽ 37%, ഇബിറ്റയിൽ ഏകദേശം 80% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിരിക്കുന്നത്. മാർജിൻ 17.55% നിന്ന് ഉയർന്ന് 23.04% വന്നിട്ടുണ്ട്. സോ ഏതായാലും വിശാൽ PC ജ്വല്ലറിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ്. അതേസമയം വിശാൽ മെഗാമാർട്ടിനെ സംബന്ധിച്ചിട്ട് നെറ്റ് പ്രോഫിറ്റിൽ 19% വർധനവ്, റവന്യൂവിൽ 17% വർധനവ്, ഇബിറ്റയിൽ 20% വർധനവ്, മാർജിൻ 16.08 നിന്ന് ഉയർന്ന് 16.49% കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിശാൽ മെഗാമാർട്ടിനെ സംബന്ധിച്ചിട്ട് വിശാൽ മെഗായുടെ RPG ലൈഫ് സയൻസും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗോപാൽ സ്നാക്സ്, സ്പന്ദന സ്കൂട്ടി പോലുള്ള കമ്പനികൾ പൗഷ്. അതേസമയം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ടിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഫ്രീ ടെലിഗ്രാം ചാനൽ, അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. ഇന്ന് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെയും യൂറോപ്പിൻ്റെയും ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടാരിഫ് US ബന്ധപ്പെട്ട് നമുക്ക് ടാരിഫ് അടിച്ച് കിട്ടിയിട്ടുണ്ട്. സോ അവിടെ നിന്നും ഫേസ് ചെയ്യുന്ന എക്സ്പോർട്ട് ഷോർട്ടേജ് നമുക്ക് യൂറോപ്യൻ കൺട്രികൾ ഏകദേശം 28ഓളം കൺട്രികളിലേക്ക് നമുക്ക് ആക്സസ് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ തന്നെ ഇപ്പോൾ ടെക്സ്റ്റൈൽ നമ്മൾ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടർ ടെക്സ്റ്റൈലായിരുന്നു. US നമുക്ക് ടാരിഫ് പ്രകാരം ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിൽ വലിയ രീതിയിലുള്ള കുറവ് വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ യൂറോപ്പിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. കാരണം 12% എക്സ്പോർട്ട്
താരിഫ് ഉണ്ടായിരുന്ന യൂറോപ്പിലേക്ക് ഇനിയിപ്പോൾ 0%, അത് വന്നിരിക്കുന്നത്. ടെക്സ്റ്റൈലും അപ്പാരലും ക്ലോത്തിങ്ങും ഒക്കെ തന്നെ 0%ലേക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലെതറും ഫുട്വെയറും 17% ഇപ്പോൾ നിലവിൽ യൂറോപ്പിലേക്ക് താരിഫുള്ളത് ഇപ്പോൾ 0 ആയി കുറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇലക്ട്രോണിക് എക്സ്പോർട്ട് 14% ഉണ്ടായിരുന്നത് അത് 0 ആയി മാറിയിരിക്കുന്നു. ജെംസ് ആൻഡ് ജ്വല്ലറി 4% ഉണ്ടായിരുന്നത് അതിപ്പോൾ 0ലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയുടെ കെമിക്കൽ എക്സ്പോർട്ട് ഏകദേശം 12.8% നമ്മുടെ മിക്കവാറും ഉള്ള ഒരു എക്സ്പോർട്ടിനുള്ള താരിഫ് എന്ന് പറയുന്നത് അതിപ്പോൾ 0 മാറിയിട്ടുണ്ട്. റെയിൽ പ്രൊഡക്ട്സുകൾക്ക് 7%-ൽ നിന്നും 0 ആയിട്ടുണ്ട്. മറൈൻ സീ ഫുഡ്സ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ ബാധിക്കുന്നതാണ്. മറൈൻ ഫുഡ്സ്, സീ ഫുഡ്സ്, അതുപോലെ തന്നെ ടീ, സ്പൈസസ് ഇതുപോലുള്ളവയൊക്കെ തന്നെ 26%-ലധികം ഉണ്ടായിരുന്ന താരിഫ് അത് 0 ആയി കുറച്ചിരിക്കുന്നു. സോ കൂടുതൽ രാജ്യങ്ങളിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് ആക്സസ് കിട്ടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസും രണ്ട് പാർലമെൻറ്റും അല്ലെങ്കിൽ 2 മന്ത്രിസഭാ അംഗങ്ങളും അതുപോലെ തന്നെ 2 മന്ത്രിസഭാ യോഗങ്ങളും അതുവഴി ബന്ധപ്പെട്ട പാർലമെൻറ്റ് അംഗീകാരവും ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത് യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചായാലും ശരി, ഇന്ത്യയെ സംബന്ധിച്ചാലും ശരി. അതുകൊണ്ട് തന്നെ ജനുവരിയോടുകൂടിയായിരിക്കും, അടുത്ത വർഷത്തോടു കൂടിയായിരിക്കും ഇതിൻ്റെ ഫൈനൽ ക്ലിയറൻസ് ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു വലിയ നേട്ടമാണ്. മദർ ഓഫ് ഓൾ ഡീൽ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തെ ഏകദേശം 200 കോടിയോളം ആൾക്കാർക്ക് പ്രയോജനം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ഡീൽ എന്നാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വന്നിരിക്കുന്നത്. മിനിസ്ട്രിയുടെ നോട്ട്സ് വരാനിരിക്കുന്നേ ഉള്ളൂ, ഡ്രാഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ പ്രത്യേകമായിട്ട് ചെയ്യുന്നതാണ്. സോ ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ വളരെ കാര്യമായിട്ടുള്ളൊരു റിസൾട്ട് എന്ന് പറയുന്നത് ഓറിയൻറ്റ് ബെല്ലാണ്. ഓറിയൻറ്റ് ബെല്ലിനെ സംബന്ധിച്ചിട്ട് നെറ്റ് പ്രോഫിറ്റ് 245% വർധനവുണ്ട്. റവന്യൂവിൽ 3.3% വർധനവ്, ഇബിറ്റയിൽ 35.3% വർധനവ്, ഇബിറ്റ മാർജിൻ 4.63% ഉയർന്ന് 6.05% ഉയർന്നിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് സ്പെസിഫിക് ആയിട്ടുള്ള, ഞാനിപ്പോഴും പറയുന്നത് റിസൾട്ട് സ്പെസിഫിക് ആയിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കൗണ്ടറുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ മൂവ് ഉണ്ടാവുക. അതേസമയം നമ്മൾ ഇൻഡെക്സുകൾ ലെവലുകളിലേക്ക് ശ്രദ്ധിക്കേണ്ടത് ചെയ്യുന്നവരും ട്രേഡ് ചെയ്യുന്നവരെയും സംബന്ധിച്ചിട്ട് കുറച്ചുകൂടി വളട്ടൈലായിട്ടുള്ള സെഷൻ. ഇന്നൊരു അവസരത്തിൽ ഇന്ത്യ വിക്സ് 15-ന് മുകളിലേക്ക് പോവുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അവസാന നിമിഷങ്ങളിൽ മെറ്റൽ കൗണ്ടറുകൾ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹിൻഡാൽകോയുമായിട്ട് ബന്ധപ്പെട്ടൊരു എക്സ്പാൻഷൻ, സ്മെൽട്ടർ പ്ലാന്റ് ബന്ധപ്പെട്ട് 21,000 കോടി രൂപയുടെ എക്സ്പാൻഷൻ പ്ലാൻ അവർ അംഗീകരിച്ചിരിക്കുന്നു. FRP ഡിവിഷൻ ആയിട്ട് ബന്ധപ്പെട്ടൊരു എക്സ്പാൻഷനിലേക്ക് ഹിൻഡാൽകോ വന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ്. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബ്രോക്കേഴ്സ് അസോസിയേഷൻ, ഇന്ത്യയുടെ ബ്രോക്കേഴ്സ് അസോസിയേഷൻ സെബിയുമായിട്ട് വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു. അല്ലെങ്കിൽ സെബിയുടെ ചെയർമാനുമായിട്ട് ബന്ധപ്പെട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടന്നിരിക്കുന്നുള്ള വാർത്തയാണ്. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു വീക്കിലി എക്സ്പയറി നിർത്തുന്ന സമയത്ത് സെബി പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ, പാർട്ടിസിപ്പേഷൻ കുറയ്ക്കുക, ലോസ് ഉണ്ടാക്കുന്നത് കുറയ്ക്കുക, വോളിയം കുറയ്ക്കുക എന്നുള്ളതൊക്കെയായിരുന്നു. അതിലേക്ക് കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട്. വോളിയം കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന അച്ചീവ്മെൻറ്റ്സ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനിയെങ്കിലും അത് റീതിങ്ക് ചെയ്ത് വീക്കിലി എക്സ്പയറി നിഫ്റ്റി ബാങ്കിൻ്റെത് പുനഃസ്ഥാപിക്കണം എന്നുള്ള ഡിമാൻഡാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ ഏതായാലും വരുന്ന ദിവസങ്ങളിൽ സെബിയുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള അനുകൂലമായ തീരുമാനം ഉണ്ടാകുമോയെന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ വീണ്ടും ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെൻറ്റ് സ്റ്റോക്കുകളിലും അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ആ തീരുമാനത്തിൽ ഒരു തരത്തിലുള്ള മുന്നോട്ട് ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ സെബി പറഞ്ഞിട്ടില്ല. ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഒരു തീരുമാനം അല്ലെങ്കിൽ അവരുടെ ആവശ്യം മുന്നോട്ട് വെച്ചു എന്ന് മാത്രമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സോ ഏതായാലും നാളെയും ഇന്നും ഒക്കെ ആയിട്ട് കാര്യമായിട്ടുള്ള വോളറ്റൈൽ, നാളെ പ്രധാനപ്പെട്ട ലെവലുകളാണ്. നാളെ 25,350-ന് മുകളിലെങ്കിലും നിഫ്റ്റി ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അടുത്തൊരു പ്രതീക്ഷ നിഫ്റ്റിയിലുള്ളതെന്ന് പറയാം. സോ ഏതായാലും നമുക്ക് നോക്കാം. കാര്യമായിട്ടുള്ള വോളറ്റാലിറ്റി സെക്ഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്